ഞാൻ യേശുവിൻ്റെ ഫോളോവറാണ്. യേശു പഠിപ്പിച്ചതാണ് എനിക്ക് പ്രധാനപ്പെട്ട വിഷയം. യേശു മത്തായി 28:18 പറഞ്ഞു, സ്വർഗ്ഗത്തിലും ഭൂമിയിലും അതിലേക്ക് നഗപ്പെട്ട ആകിയ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രനെയും ഒരു സാധനം കഴിപ്പിച്ച് ഞാൻ നിന്നോട് കൽപ്പിച്ചൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെ ശിഷ്യന്മാരാക്കുകയും. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കുക എന്നാണ് യേശു കൽപ്പിച്ചത്. അപ്പോൾ യേശുവിൻ്റെ വചനം, യേശുവിനെ പഠിപ്പിക്കൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ യേശു പറഞ്ഞു, യോഹന്നാൻ 17:3 യേശു പറഞ്ഞു, പിതാവിലേക്ക് സ്വർഗ്ഗത്തെ നോക്കിയിട്ട് യേശു പറയുകയാണ്, ആമേൻ, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയും തന്നെ നിത്യജീവൻ. അപ്പോൾ ഇവിടെ യേശു പറഞ്ഞിരിക്കുന്നത് സത്യദൈവം ഏകനാണെന്നാണ്, ത്രിയേകനല്ല. അപ്പോൾ യേശുവിൻ്റെ ഫോളോവറായ ഞാൻ വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ഞാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നത് യേശുവിൻ്റെ വചനമാണ്. യേശു പറഞ്ഞു സത്യദൈവം ഏകനാണ് എന്ന്. അതുകൊണ്ട് ദൈവം ഏകനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, അപ്പോൾ പൗലോസ് 1 Timotheus 2:3 പറയുന്നു, ദൈവം ഒരുവനത്രേ, ദൈവത്തിൽ മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥരും. അപ്പോൾ ദൈവം ഒരുവനാണ്, ഏകനാണ് എന്ന് ബൈബിൾ പറയുന്നതുകൊണ്ട് ഞാൻ അതാണ് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. പൊതുവെ ക്രൈസ്തവ സമൂഹം യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാസ്റ്ററുടെ സഭ യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് ആരാധിക്കുന്നുണ്ടോ? ഇല്ല, ദൈവമായിട്ടല്ല. കാരണം യേശു അപ്പൊ ചോദിക്കുന്നത്, യേശു ദൈവമല്ലേ? യേശു ദൈവമല്ല, യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. അത് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. കാരണം അത് ദൈവത്തിൻ്റെ വചനമാണ്. കാരണം യേശു ദൈവമാണെന്ന് ബൈബിളിൽ എവിടെയും പിതാവ് പറഞ്ഞിട്ടില്ല, ശിഷ്യന്മാർ പറഞ്ഞിട്ടില്ല, യേശു ക്രിസ്തുവും പറഞ്ഞിട്ടില്ല. അപ്പോൾ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ വീക്ഷിക്കുന്ന എല്ലാ പ്രിയ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം സാമൂഹിക മാധ്യമങ്ങളിൽ കണ്ട ഒരു വീഡിയോ, UP-യിൽ താമസിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാജു വി തോമസ് എന്ന സ്നേഹിതൻ തൻ്റെ യൂട്യൂബ് ചാനലായ ഗോസ്പൽ TV UP എന്നും അതുപോലെ ഫേസ്ബുക്കിൽ ഗോസ്പൽ ഫോർ ഇന്ത്യ എന്ന പേരിലും തൻ്റെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ്. ആ ചാനലിലൂടെ പാസ്റ്റർ ജേക്കബ് മത്തായി എറണാകുളം പുത്തൻകുരിശ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബൈബിൾ കോളേജും ഒരു സഭാ കൂടിവരവും ഒക്കെയായി മറ്റ് ഇതര പ്രവർത്തനങ്ങളും ഇതര പല സ്ഥലങ്ങളിലും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാം. വളരെ ദീർഘവർഷങ്ങളായി അനേകരെ തൻ്റെ ബൈബിൾ കോളേജിൽ അഭ്യസിപ്പിക്കുകയും പലരും വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ പെന്തക്കോസ്ത് സമൂഹത്തിൽ പാസ്റ്റർമാരായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയവരാണ് ധാരാളം ആളുകൾ. അതൊക്കെ അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം സാജു വി തോമസ് എന്ന് പറയുന്ന സ്നേഹിതന്റെ ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന 2 പ്രമുഖ കാര്യങ്ങൾ, എക്സിസ്റ്റിംഗ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അഥവാ നമ്മുടെ ഇടയിൽ കാണുന്ന ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സമൂഹത്തിൽ വളരെ ദീർഘവർഷങ്ങളായി വിശ്വസിച്ചു പോരുന്ന വിശ്വാസങ്ങൾക്ക് വിപരീതമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞു വച്ചത് എന്നുള്ളത് അനേകർക്ക് കല്ലുകടിക്കുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒന്ന്, യേശു ദൈവമല്ല. 2, തൃത്വം ബൈബിളിൽ ഉള്ളതല്ല. ഈ 2 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ യേശു ദൈവമല്ല എന്ന് അദ്ദേഹം പറഞ്ഞ പ്രസ്താവന
പലരും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നതായി കാണുവാൻ കഴിഞ്ഞു. അപ്പോൾ യേശു ദൈവമല്ല എന്ന ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞതിൻ്റെ കാര്യങ്ങളെ പലരും വിശകലനം ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ എന്നെ അറിയുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അറിയാവുന്നതുപോലെ ഞാനൊരു ട്രിനിറ്റേറിയൻ വിശ്വാസി അല്ല. തൃത്വം എന്ന് പറയുന്ന എന്തോ സംഗതി ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ആൾക്കാരോട് അതെന്താണ് എന്ന് ചോദിച്ചിട്ട് കൃത്യമായ മറുപടി പറയുവാൻ നാളിന്ന് വരെ ഒരാളെയും കാണാതെ ആയിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനൊരു ട്രിനിറ്റേറിയൻ വിശ്വാസിയല്ല. തൃത്വം എന്നാൽ എന്ത് എന്ന് എനിക്ക് അറിയില്ല. അതാണ് വാസ്തവം. അറിയില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ കത്തോലിക്ക, ഓർത്തഡോക്സ്, മർത്തോമ, CSI, യാക്കോബായ ഇത്യാദി സഭകൾ ബൈബിളിന് പുറത്തു നിന്നും തൃത്വം എന്ന് പറയുന്ന ഒരു വിശ്വാസം കൊണ്ട് നടക്കുന്നതായിട്ട് എനിക്കറിയാം. അവരുടെ വിശ്വാസം എന്താണെന്നും എനിക്കറിയാം. അവർ പറയുന്ന തൃത്വം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. അതിനെ ഞാൻ ചോദ്യം ചെയ്യാറില്ല. കാരണം അവർ പറയുന്നത് അവരുടെ വിശ്വാസം ബൈബിൾ അല്ല, ബൈബിളിന് പുറത്ത് അവർക്ക് പാരമ്പര്യ വിശ്വാസമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബൈബിളിന് പുറത്തുള്ള പാരമ്പര്യ വിശ്വാസത്തിന്റെ ആധാരത്തിലാണ് അവർ തൃത്വം എന്ന് പറയുന്ന ഉപദേശം പിന്തുടരുന്നത്, വിശ്വസിച്ചു പോരുന്നത്. അതിനവർ പറയുന്ന എക്സ്പ്ലനേഷൻ എനിക്ക് നന്നായി അറിയുകയും ചെയ്യാം. അതുകൊണ്ട് അവർ പറയുന്ന തൃത്വം എന്നാൽ എന്ത് എന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അവർ പറയുന്ന തൃത്വം ബൈബിളിലുള്ളതാണ് എന്ന് അവർ അവകാശപ്പെടുന്നു എങ്കിൽ മാത്രമേ എനിക്ക് അവരെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബൈബിളിന് പുറത്തുള്ള ഒരു ഉപദേശത്തെയും വിശ്വാസത്തെയും ഞാൻ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവനവന്റെ വിശ്വാസമാണ്. അവർക്കിഷ്ടമുള്ളതുപോലെ വിശ്വസിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവുമുണ്ട്. എന്നാൽ ബൈബിളിലുള്ളതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ, തൃത്വം ബൈബിൾ അനുശാസിക്കുന്നതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവർ അത് നിർവചിക്കുവാനും മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ നിർവചിക്കുവാനും അതിനെ ഉറപ്പിക്കുവാൻ പോകുന്ന സുവ്യക്തമായ തെളിവുള്ള ബൈബിൾ വചനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവർ ആ നിർവചനത്തെ ഉറപ്പിക്കുകയും വേണ്ടതാണ്. അവിടെയാണ് ഞാൻ തൃത്വത്തെ ചോദ്യം ചെയ്യുന്നത്. കാര്യങ്ങൾ വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു തൃത്വവിശ്വാസി അല്ലാത്ത എന്നെ സംബന്ധിച്ച് ഞാൻ ഇക്കഴിഞ്ഞ 10 വർഷത്തിലധികമായി, ഞാൻ ഏറ്റവും കുറഞ്ഞ സമയം പറയുകയാണ്, 10 വർഷത്തിലധികമായി ട്രിനിറ്റി എന്നാൽ എന്ത് എന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. തൃത്വവിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവരോട് ഞാൻ ചർച്ചകളിൽ ഏർപ്പെടാറുണ്ട്. എന്നാൽ യേശുക്രിസ്തു ദൈവമല്ല എന്നൊരു പ്രസ്താവന നാളിന്നു വരെ ഞാൻ എവിടെയും നടത്തിയിട്ടില്ല. യേശുക്രിസ്തു ദൈവമല്ല എന്നൊരു പ്രസ്താവന നാളിന്നു വരെ ഞാൻ ഒരിടത്തും നടത്തിയിട്ടില്ല. അതിന്റെ കാരണം ആരൊക്കെ ദൈവമല്ല എന്ന് പറയുന്നതല്ല എൻ്റെ ഉത്തരവാദിത്തം. ആരാണ് ഒരേ ഒരു സത്യദൈവമെന്നുള്ള വസ്തുത വിശുദ്ധ വേദപുസ്തകത്തിലെ സുവ്യക്തമായ തെളിവുള്ള ബൈബിൾ വചനങ്ങളുടെ ആധാരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ് എനിക്ക് ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം. അപ്പോൾ ആരെല്ലാം ദൈവങ്ങളല്ല എന്ന് പറയുന്നതല്ല എൻ്റെ ഉത്തരവാദിത്വം, മറിച്ച് ആരാണ് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരേ ഒരു സത്യദൈവം എന്ന വസ്തുത വിശുദ്ധ വേദപുസ്തകത്തിലെ സുവ്യക്തമായ തെളിവുള്ള വചനങ്ങൾ ആധാരമാക്കി ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു ദൈവമല്ല എന്നൊരു പ്രസ്താവന നാളിന്ന് വരെ ഞാൻ എവിടെയും നടത്തിയിട്ടില്ല. അപ്പോൾ ആരാണ് ദൈവം എന്നുള്ള വസ്തുത ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ആരാണ് ദൈവം എന്നുള്ള വസ്തുത എന്ന് പറയുമ്പോൾ അവിടെ ഇത് വളരെ വ്യക്തമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പാസ്റ്റർ ജേക്കബ് മത്തായി പറഞ്ഞ പ്രസ്താവന ആൾക്കാർക്ക് കല്ലുകടിയുണ്ടാക്കി എന്നുള്ളതിനാലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ ആ വസ്തുതയെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. യേശു ദൈവമല്ല എന്നൊരു പ്രസ്താവന അദ്ദേഹം പറയുമ്പോൾ അത് ശരിയാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. എങ്ങനെയാണ് ഇത്? നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തെ ആധാരമാക്കി പരിശോധിക്കുമ്പോഴാണ് അത് വ്യക്തമാകുന്നത്. എന്നാൽ ഞാൻ എന്തുകൊണ്ടാണ് യേശു ദൈവമല്ല എന്ന് പറയാത്തത് എന്നുള്ള വസ്തുത കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്യാൻ വരുന്ന, യേശു ദൈവമല്ല എന്ന് ജേക്കബ് മത്തായി പാസ്റ്റർ പ്രസ്താവന നടത്തിയെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ വരുന്ന ആളുകൾ ആദ്യമായി ഒരു തീരുമാനത്തിലെത്തണം. നിങ്ങൾക്ക് എത്ര ദൈവങ്ങളുണ്ട് എന്ന് ആദ്യം പറയണം. എത്ര ദൈവങ്ങളുണ്ട് എന്ന് പറയാൻ കഴിയാത്ത ഒരാൾക്കും യേശുക്രിസ്തു ദൈവമല്ല എന്ന് ജേക്കബ് മത്തായി പാസ്റ്റർ നടത്തിയ പ്രസ്താവനയെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാഗം ആദ്യം ഉറപ്പിക്കേ. പാസ്റ്റർ ജേക്കബ് മത്തായിയെ സംബന്ധിച്ച് അദ്ദേഹം വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നത് ദൈവമോ ഒരുത്തൻ മാത്രം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം വളരെ സുവ്യക്തമായി പറയുന്നു, ദൈവമോ ഒരുത്തൻ മാത്രം. ഒരുത്തൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ പേഴ്സൺ ആണ്, ഒരേ ഒരുവൻ മാത്രം. അതുപോലെ തന്നെ റോമാലേഖനം 3-ാം അധ്യായം 30-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു, ദൈവം ഏകനല്ലോ, ഏകൻ, ഒരുവൻ, സിംഗിൾ പേഴ്സൺ. വീണ്ടും 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പൗലോസ്ലീഹ ആവർത്തിച്ച് പറയുകയാണ്, ദൈവം ഒരുവൻ. എത്ര പേരുണ്ടെന്നാണ്? ദൈവം ഒരുവൻ. എന്നിട്ട് തുടർന്ന് പൗലോസ്ലീഹ പറയുന്നത് എന്താണ്? ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥനും ഒരുവൻ. അതാരാണ്? എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ മറുവിലയായി ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. അപ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥനാണ് യേശു ക്രിസ്തു എന്നുള്ളതാണ് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ദൈവം ഒരുവൻ, ആ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥനായിരിക്കുന്ന യേശു ക്രിസ്തു എന്ന മനുഷ്യൻ, ദ മാൻ ക്രൈസ്റ്റ് ജീസസ്. ഇതാണ് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ദൈവം എന്ന് പറയുന്നത് ഒരാൾ മാത്രമാണ് എന്നെടുക്കുന്ന ബൈബിൾ വചനങ്ങളെ എടുത്തുകൊണ്ടാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ആ ദൈവം യേശുക്രിസ്തു അല്ല. ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ട് എന്ന അവകാശവാദം നടത്തുന്നവർക്ക് ആണ് യേശുക്രിസ്തു ദൈവമാണോ അല്ലയോ എന്ന വിഷയത്തെ കുറിച്ച് ചോദ്യം ചെയ്യാൻ അവകാശമുള്ളൂ. ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരേ ഒരുവൻ മാത്രമാണ് ദൈവമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന ആ വസ്തുതയെ ഏറ്റെടുത്താൽ, ഇനി ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞാൽ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വചനഭാഗങ്ങളെ നാം സൂക്ഷ്മതയോടെ പരിശോധിച്ചാൽ അവിടെ യേശു സ്വർഗത്തേക്ക് നോക്കി പിതാവിനോട് സംസാരിക്കുന്നതായ ഭാഗം നമുക്ക് കാണാം. അത് പറഞ്ഞു കൊണ്ടുവന്ന് 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ പുത്രൻ പറയുന്ന ഒരു വസ്തുത അവിടെ കിടക്കുകയാണ്. ദിസ് ഈസ് ലൈഫ് ഇറ്റേണൽ, ദാറ്റ് ദേ മൈറ്റ് നോ thee,
the only true God, and Jesus Christ whom thou hast sent. ഇതാകുന്നു നിത്യജീവൻ. ഏത്? ഒരേ ഒരു സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ. ദിസ് ഈസ് ലൈഫ് ഇറ്റേണൽ. അപ്പോൾ അവിടെ ഒരേ ഒരു സത്യദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ അയച്ചവനായ പിതാവാണ് എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ അയച്ചിരിക്കുന്ന പിതാവാണ് ഓൺലി ട്രൂ ഗോഡ് എന്ന് ദൈവത്തിന്റെ പുത്രൻ പറഞ്ഞിരിക്കെ രണ്ടാമതൊരു സത്യദൈവത്തിന് യാതൊരു സാധ്യതയുമില്ല. ഇത്ര കൃത്യതയോടുകൂടി വിശുദ്ധ വേദപുസ്തകം ഒരേയൊരുവൻ മാത്രമായ സത്യദൈവത്തെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് യേശുക്രിസ്തുവല്ല, മറിച്ച് യേശുക്രിസ്തുവിനെ അയച്ചവനാണ് എന്നുള്ള വസ്തുത വിശുദ്ധ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുമ്പോൾ പാസ്റ്റർ ജേക്കബ് മത്തായി യേശു ദൈവമല്ല എന്ന് പറഞ്ഞതിനെ യാതൊരു കാരണവശാലും ചോദ്യം ചെയ്യുവാൻ ആർക്കും അവകാശമില്ല. മനസ്സിലായോ? ദൈവത്തിന്റെ പുത്രൻ വന്ന് ആരാണ് ഒരേ ഒരു സത്യദൈവമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനെ കൈക്കൊള്ളുന്നവർക്ക് യേശു ദൈവമല്ല എന്ന് ജേക്കബ് മത്തായി പാസ്റ്റർ പറഞ്ഞതിനെ ചോദ്യം ചെയ്യുവാൻ അവകാശമില്ല. രണ്ടാമതൊരു സത്യദൈവത്തിന് യാതൊരു സാധ്യതയും യോഹന്നാൻ 17:3 ബാക്കി വെച്ചിട്ടില്ല. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരേയൊരുവൻ മാത്രമാണ് ദൈവമെന്നും ഒരേ ഒരു സത്യദൈവമേ ഉള്ളെന്നും അത് പിതാവാണെന്നും വളരെ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ യേശുക്രിസ്തു സ്വയം യേശുക്രിസ്തുവിന്റെ പിതാവല്ല. യേശുക്രിസ്തു പിതാവിനാൽ വിശുദ്ധീകരിച്ചയക്കപ്പെട്ടവനാണ്. ദൈവത്താൽ നിയോഗിതനായവനാണ് യേശുക്രിസ്തു. യേശുവിനെ കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചതാണ് ആര്? ദൈവം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാർ യേശുവിനോട് കൂടെ നടന്ന് യേശുവിൽ നിന്ന് നേരിട്ട് കേട്ടു പഠിച്ച അപ്പോസ്തലന്മാർ വളരെ സ്ഫുടമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു. അപ്പോൾ ദൈവത്താൽ നിയോഗിതനായ കർത്താവും ക്രിസ്തുവുമാണ് യേശു എന്നിരിക്കെ യേശുവിനെ അഭിഷേകം ചെയ്ത് അയച്ചവനാണ് ദൈവമെന്നിരിക്കെ വിശുദ്ധ വേദപുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ഒരേയൊരുവൻ മാത്രമായ സത്യദൈവം യേശുക്രിസ്തു അല്ല, മറിച്ച് യേശുക്രിസ്തുവിനെ അയച്ചവനാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ പാസ്റ്റർ ജേക്കബ് മത്തായി പറഞ്ഞ പ്രസ്താവനയെ ചോദ്യം ചെയ്യുവാൻ ആ വചനങ്ങളെ വിശ്വസിക്കുന്ന ഒരുത്തനും യാതൊരു അവകാശവുമില്ല എന്ന് മനസ്സിലാക്കുക. ഇനി ആണ് യേശുക്രിസ്തു ദൈവമാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് ആരും മെനക്കെടേണ്ട കാര്യമില്ല. അതെവിടെയാണെന്നറിയാമോ? ഒന്നിലധികം ദൈവങ്ങളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന വചനഭാഗങ്ങളെ ഉൾക്കൊള്ളുന്നവർക്ക് അത് 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 5 എടുത്തു വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും. 1 കൊരിന്ത്യർ 8-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദൈവങ്ങൾ എന്ന്
വിളിക്കപ്പെടുന്നവർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടെന്നിരിക്കെ അങ്ങനെ പല ദേവന്മാരും നാഥന്മാരും ഉണ്ടല്ലോ. അപ്പോൾ 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു, ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്നവർ അനേകരുണ്ട് എന്നുള്ളത്. ഇനി സങ്കീർത്തനങ്ങൾ 82-ന്റെ 6-ാം വാക്യം എടുക്കാം. സങ്കീർത്തനങ്ങൾ 82-ന്റെ 6. അവിടെ നമ്മൾ വായിക്കുന്നത്, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവങ്ങളാണ്. നിങ്ങളെല്ലാവരും അത്യുന്നതന്റെ മക്കളാണ്. അപ്പോൾ അത്യുന്നതന്റെ മക്കളായ അനേക ദൈവങ്ങളെ കുറിച്ച് സങ്കീർത്തനം 82-ന്റെ 6 പറഞ്ഞിരിക്കുമ്പോൾ, കർത്താവായി യേശുക്രിസ്തു യഹൂദന്മാരുള്ള സംഭാഷണ മധ്യേ പറഞ്ഞതായ ഒരു വചനഭാഗം കൂടി ഇതിനോട് ചേർത്ത് വായിക്കുന്നത് നന്നായിരിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 34-35 വാക്യങ്ങൾ. അവിടെ യേശു യഹൂദന്മാരോട് പറയുന്നത് നമുക്ക് വായിക്കാം. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? അടുത്ത വാക്യം, വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് അവൻ വിളിച്ചു. മനസ്സിലായോ? ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് അവൻ വിളിച്ചു. അപ്പോൾ ഈ വചനങ്ങളൊക്കെ അനേക ദൈവങ്ങളുണ്ട് എന്ന് കൂടി പഠിപ്പിക്കുന്നതാണ്. ഈ ദൈവങ്ങൾ എങ്ങനെയുള്ളവരാണ്? അവർ അത്യുന്നതന്റെ മക്കളാണെന്നും അവർ വിശുദ്ധ ലിഖിതം ആരുടെ അടുത്തേക്ക് വന്നുവോ അങ്ങനെയുള്ളവരാണെന്നും പറഞ്ഞിരിക്കുമ്പോൾ, അങ്ങനെയുള്ളവരെ ദൈവങ്ങളെന്ന് വിളിച്ചിരിക്കെ അനേക ദൈവങ്ങളെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 40-ാം വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 40-ാം വാക്യം. അവിടെ യേശു യഹൂദന്മാരോട് പറയുന്നത്, എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. അപ്പൊ യേശു ആരാണ്? ദൈവത്തോട് കേട്ട സത്യം ജനങ്ങളോട് സംസാരിക്കുന്ന മനുഷ്യനാണ്. ദൈവത്തോട് കേട്ട സത്യം നിങ്ങളോട് സംസാരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. യോഹന്നാൻ 8:40. അപ്പോൾ ദൈവത്തിന്റെ വചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് വിളിച്ചിരിക്കുന്നു. എങ്കിൽ ദൈവത്തോട് കേട്ട സത്യം ജനങ്ങളോട് സംസാരിക്കുന്ന യേശു, ആ യേശുവിന്റെ അടുത്തേക്ക് ദൈവത്തിന്റെ വചനം വന്നു എന്നുള്ളത് വളരെ ക്ലിയറാണ്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ മോശെ യഹൂദന്മാരോട് പറയുന്നു, ഇസ്രായേൽ ജനങ്ങളോട് പറഞ്ഞു, യഹോവയായ ദൈവം മോശയോട് അരുളി ചെയ്തൊരു സംഗതി. എന്താണത്? അവിടെ മോശയോട് ദൈവം അരുളി ചെയ്തത്, ഞാൻ അവർക്ക് നിന്നെ പോലെ ഒരു പ്രവാചകനെ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. എന്റെ വചനം അവന്റെ നാവിന്മേലാക്കും.
ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ തന്റെ ജനത്തോട് സംസാരിക്കും. ഈ പറഞ്ഞ പ്രവചനപ്രകാരം അതിന്റെ നിവർത്തിയായി യേശു ക്രിസ്തുവിനെ ദൈവം ജനിപ്പിച്ചു, ദൈവം എഴുന്നേൽപ്പിച്ചു. അത് ഉറപ്പിക്കുന്നത് എവിടെ നിന്നാണ്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാർ മോശ ഇങ്ങനെ പറഞ്ഞുവല്ലോ എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ ആ സംഭാഷണ മധ്യേ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ മോശയോട് ദൈവം വാഗ്ദത്തം ചെയ്ത പ്രകാരം എഴുന്നേൽപ്പിക്കപ്പെട്ട പ്രവാചകനാണ് യേശുവെന്നും ആ യേശുവിന്റെ നാവിന്മേൽ ദൈവം തന്റെ വചനത്തെ ആക്കിക്കൊടുത്തുവെന്നും അവൻ അത് തന്റെ ജനങ്ങളോട് സംസാരിച്ചുവെന്നും വിശുദ്ധ വേദപുസ്തകം ഉറപ്പിക്കുകയാണ്. യോഹന്നാൻ 8:40 യേശു പറഞ്ഞത്, ദൈവത്തോട് കേട്ട സത്യം നിങ്ങളോട് സംസാരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 49-ാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, ഞാൻ സ്വയമായി സംസാരിക്കാതെ എന്നെ അയച്ച പിതാവ് എന്നോട് ഞാൻ ഇന്നത് സംസാരിക്കണമെന്നും ഇന്നത് പറയണമെന്നും എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അവന്റെ കൽപ്പന നിത്യജീവനാകുന്നു എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ പിതാവ് അരുളി ചെയ്തതുപോലെ തന്നെ ഞാൻ സംസാരിക്കുന്നു. ദൈവത്തിന്റെ അരുളപ്പാട് ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് അവൻ വിളിച്ചു. അങ്ങനെ ദൈവങ്ങളെന്ന് വിളിക്കപ്പെട്ട അനേകരുണ്ട് എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അത്തരത്തിൽ വ്യാഖ്യാനിച്ചാൽ ആ വ്യാഖ്യാനപ്രകാരം മാത്രം അത്തരത്തിലുള്ള ദൈവങ്ങളിൽ ഒരുവനായി യേശുവിനെ നമുക്ക് തർക്കത്തിനായി മുന്നോട്ട് വയ്ക്കുവാൻ കഴിയും. അപ്പോൾ അനേക ദൈവങ്ങളുണ്ട് എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ആ ഗണത്തിലൊരു ദൈവമായി യേശുവിനെ അംഗീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ യേശു അതുപോലൊരു ദൈവമാണ് എന്ന് പറയുന്നതിന് തർക്കമില്ല. അതല്ല ദൈവമോ ഒരുത്തൻ മാത്രമെന്നും ദൈവം ഏകനല്ലോ എന്നും ദൈവം ഒരുവനെന്നും പഠിപ്പിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ വചനങ്ങളെ അംഗീകരിച്ചാൽ യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഓൺലി ട്രൂ ഗോഡ് എന്ന് യോഹന്നാൻ 17:3 വചനത്തെ അംഗീകരിച്ചാൽ യേശുക്രിസ്തു ദൈവമല്ല എന്ന് ജേക്കബ് മത്തായി പാസ്റ്റർ പറഞ്ഞതിനെ ഒരുത്തർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അപ്പോൾ 2 ക്ലോസ് ഞാൻ മുന്നോട്ട് വെച്ചു. ഒന്ന്, അനേക ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഗണത്തിൽ യേശുവിനെ പെടുത്താൻ നിങ്ങൾക്ക് സമ്മതമെങ്കിൽ യേശു അതുപോലൊരു ദൈവമാണ്, ആ ഗണത്തിൽപ്പെട്ട ഒരു ദൈവമാണ് എന്ന് മാത്രം സമ്മതിക്കാനേ തരമുള്ളൂ. അതല്ലാതെ യേശുക്രിസ്തു ദൈവമാണെന്ന് അസന്നിഗ്ധമായി ബൈബിളിൽ ഒരു വാക്യത്തിൽ പോലും പറഞ്ഞിട്ടില്ല. ഒരു വാക്യത്തിൽ പോലും യേശുക്രിസ്തു ദൈവമാണെന്ന് ഒരു പ്രസ്താവന നടത്തിയിട്ടേയില്ല. യേശുക്രിസ്തു നടത്തിയിട്ടില്ല എന്നത് പോട്ട്, യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാരോ അതിനുശേഷമുള്ളവരോ പറഞ്ഞതായി ബൈബിളിൽ ഒരു വാക്യത്തിലുമില്ല. യേശുക്രിസ്തു ദൈവമാണ്. ഒരേ ഒരു സത്യദൈവത്തെക്കുറിച്ച് വളരെ സ്ഫുടമായി തന്നെ ദൈവത്തിന്റെ പുത്രൻ പറഞ്ഞിരിക്കെ രണ്ടാമതൊരു സത്യദൈവത്തിന് ഒരു സാധ്യതയുമില്ല. ആ ഒരേ ഒരുവൻ മാത്രമായ സത്യദൈവം അത് യേശുക്രിസ്തുവിനെ അയച്ച പിതാവാണ്. ആയതിനാൽ പാസ്റ്റർ ജേക്കബ് മത്തായി പറഞ്ഞതിനെ ചോദ്യം ചെയ്യുവാൻ മുന്നോട്ട് വരുന്നവർ, അദ്ദേഹത്തെ അവഹേളിക്കുവാൻ ശ്രമിക്കുന്നവർ, അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് മോശമായിട്ട് അനാവശ്യങ്ങളൊക്കെ എഴുതിയ കമന്റുകൾ ഞാൻ കണ്ടു. അങ്ങനെയുള്ളവർ ആംബിയർ ഉണ്ടെങ്കിൽ, അങ്ങനെ തന്നെയാണ് ചോദിക്കാൻ എനിക്കിഷ്ടം, നിങ്ങൾക്ക് ആംബിയർ ഉണ്ടെങ്കിൽ സുവ്യക്തമായ തെളിവുള്ള ബൈബിൾ വചനങ്ങളുടെ ആധാരത്തിൽ സംസാരിക്കുവാൻ തയ്യാറായിട്ട് മുന്നോട്ട് വാ. ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ഓടത്തില്ല.
ചിലരൊക്കെ അവഹേളനപരമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് കമന്റ് ഇട്ടു. അവിടെ ചിലയിടത്തൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അവിടെ പ്രതികരിച്ച ചിലരോടൊക്കെ ആശയപരമായി നേരിടുവാൻ കഴിയാതെ ചാപ്പ കുത്തുന്ന ചിലരെ കാണുവാനിടയായി. ഞങ്ങൾ തയ്യാറാണെന്നേ വിശുദ്ധ വേദപുസ്തകത്തിലെ സുവ്യക്തമായ തെളിവുള്ള വചനങ്ങളുടെ ആധാരത്തിൽ ഏതൊരുവനെയും നേരിടുവാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപദേശം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് സുവ്യക്തമായ തെളിവുള്ള വചനങ്ങൾ മുൻനിർത്തി സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വാ. വളിച്ച ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വരരുത്. വെറുതെ വാലും തലയുമില്ലാതെ സംസാരിക്കാനായി വരരുത്. വ്യക്തിപരമായി അവഹേളിക്കാൻ വരരുത്. ആശയപരമായി നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വിശ്വാസം വിശുദ്ധ വേദപുസ്തകത്തിൽ ഉള്ളതാണെന്ന് ഉറപ്പിക്കുവാൻ തക്കവണ്ണം, അതിനു തക്കവണ്ണം ശക്തമായ സുവ്യക്തമായ തെളിവുള്ള ബൈബിൾ വചനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരൂ. ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ഓടത്തില്ല. ഞങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചോ. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമോ ഒരുത്തൻ മാത്രം, ദൈവം ഏകനല്ലോ, ദൈവം ഒരുവൻ. 3 പേരാണ് ദൈവമെന്ന് ബൈബിളിൽ ഒരു വാക്യത്തിലുമില്ല. 3 ദൈവങ്ങൾ ഉണ്ടെന്ന് ബൈബിളിൽ ഒരു വാക്യത്തിലുമില്ല. ദൈവമോ ഒരുത്തൻ മാത്രമെന്ന് സിംഗിൾ പേഴ്സണെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ അവിടെ യഹോവയായ ദൈവമാണ് അരുളി ചെയ്യുന്നത്. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. എത്ര പേരുണ്ട് യഹോവ? ഒരേ ഒരുവൻ മാത്രം. വളരെ സ്ഫുടമായി തന്നെ യാതൊരു വ്യാഖ്യാനവും ആവശ്യമില്ലാതെ വണ്ണം യഹോവയായ ദൈവം പറയുകയാണ്, ഞാൻ യഹോവയാകുന്നു. ഞങ്ങൾ യഹോവയാകുന്നു എന്നല്ല, ഞാൻ സിംഗിൾ പേഴ്സൺ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. വളരെ ശ്രദ്ധിക്കണേ. യഹോവയായ ദൈവം പറയുകയാണ്, ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. തീർന്നില്ല, വീണ്ടും ആവർത്തിക്കുകയാണ്. സൂര്യോദയത്തിലും അസ്തമാനത്തിലുമുള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് അറിയേണ്ടതിനു തന്നെ. എത്ര സ്ഫുടമായിട്ടാ പറഞ്ഞിരിക്കുന്നത്. ഒരേ ഒരുവൻ മാത്രമാണ് യഹോവയെന്നും മറ്റൊരുത്തനുമില്ല എന്നും, ആ യഹോവയല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്നും യഹോവയായ ദൈവം വളരെ സ്ഫുടമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് താഴോട്ട് പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ഞാൻ ഭൂമിയെ ഉണ്ടാക്കി. എത്ര പേരാ ഭൂമിയെ ഉണ്ടാക്കിയത്? ഒരേ ഒരുവൻ മാത്രമായ യഹോവ ഭൂമിയെ ഉണ്ടാക്കി, അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. എന്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചിരിക്കുന്നു, അതിലെ സകല സൈന്യങ്ങളെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. യഹോവയായ ദൈവം ഒരേ ഒരുവൻ മാത്രമാണെന്നും ആ ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചതെന്നും വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കി, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. സകലത്തെയും, എന്തെല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിനെ സകലത്തിനെയും ഉണ്ടാക്കിയത് യഹോവയായ ദൈവമാണ്. അതൊരേ ഒരുവൻ മാത്രമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഇനി നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ അതിന്റെ 37-ാം അധ്യായം അതിന്റെ 16-20 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ വളരെ വ്യക്തമായി തന്നെ യഹോവയായ ദൈവം ഒരേ ഒരുവൻ മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. 16-ാം വാക്യം യെശയ്യാ 37:16, ഇസ്രായേലിന്റെ ദൈവമായി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സർവ്വരാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. ഒരേ ഒരുവൻ മാത്രമായ യഹോവ സകലത്തിന്റെയും സൃഷ്ടാവ്.
യെശയ്യാ 37:20 ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം യഹോവയെന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന്. മനസ്സിലായോ? നീ ഒരുത്തൻ മാത്രം യഹോവയെന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയണം. ഈ അറിവില്ലാത്തവർ 3 യഹോവയുണ്ടെന്നും പല യഹോവയുണ്ടെന്നും അവകാശവാദവുമായി വരും. വിശുദ്ധ വേദപുസ്തകം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വണ്ണം സുവ്യക്തമായ തെളിവോടെ പറയുന്നു, യഹോവ ഒരുത്തൻ മാത്രമാണെന്ന്. ഒരേ ഒരുവൻ മാത്രമാണ് യഹോവ. യഹോവയല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്ന് യഹോവയായ ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നു. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ സകലത്തെയും ഉണ്ടാക്കിയ ദൈവം അഭിഷേകം ചെയ്തതാണ് യേശുവിനെ എന്ന് യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ അരക്കിട്ടുറപ്പിക്കുകയാണ്. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ നാഥനെ, സകലത്തിനെയും സൃഷ്ടാവേ എന്ന് ദൈവത്തോട് 1-ാം നൂറ്റാണ്ടിലെ സഭയും അപ്പോസ്തലന്മാരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് പറയുകയാണ്, നീ അഭിഷേകം ചെയ്ത നിന്റെ പരിശുദ്ധ ദാസനായ യേശു എന്ന്. വായിച്ചു നോക്കിക്കോ, ഈ പറയുന്നതൊക്കെ അതുപോലെ ബൈബിളിലുണ്ട്. ഇത് ഞങ്ങൾക്ക് കാണാപ്പാടമാണ്. ഞങ്ങൾ ഇതുപോലെ സുവ്യക്തമായ തെളിവുള്ള വചനങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നത്, ഞങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവർക്ക് മറുപടി കൊടുക്കുന്നത്. ഞങ്ങളാരും ഓടത്തില്ല. ഞങ്ങളുടെ വിശ്വാസത്തെ സുവ്യക്തമായ തെളിവുള്ള വചനങ്ങൾ മുന്നിൽ നിർത്തി ഉറപ്പിക്കും. യേശു ക്രിസ്തുവിനെ അഭിഷേകം ചെയ്തവനാണ് സകലത്തിന്റെയും സൃഷ്ടാവ്. പഴയ നിയമത്തിൽ ആ സൃഷ്ടാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യാഹുവ എന്നാണ്. യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. യഹോവ ഒരുത്തൻ മാത്രം യേശു ക്രിസ്തുവിനെ അഭിഷേകം ചെയ്തവനാണ് 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്കും അപ്പോസ്തലന്മാർക്കും ദൈവം. യേശു ആരാണ്? അവർ ആരെയാണോ ദൈവമെന്ന് വിളിച്ചത് ആ ദൈവം അഭിഷേകം ചെയ്തതാണ് യേശുവിനെ. ആ ദൈവത്തിന്റെ പരിശുദ്ധ ദാസനാണ് യേശു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിലെ യഹോവ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി പിതാക്കന്മാരുടെ ദൈവമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നവനാണ്. അത് നമുക്ക് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ വളരെ സ്ഫുടമായി തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ അഡ്രസ്സാണ് യേശു ക്രിസ്തുവും ദൈവത്തെ കുറിച്ച് അഡ്രസ് ചെയ്യുമ്പോൾ കൊടുത്തത്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യത്തിൽ യേശു ക്രിസ്തു അത് പറയുന്നുണ്ട്. മുൾപ്പടർപ്പ് ഭാഗത്ത് മോശയോട് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണെന്ന് അരുളി ചെയ്തത് ദൈവമാണെന്ന്. ദൈവം അവനോട് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണെന്ന് അരുളി ചെയ്ത പ്രകാരം നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് യേശു ക്രിസ്തു യഹൂദന്മാരോട് ചോദിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാനും പത്രോസും കൂടി യഹൂദന്മാരോട് പറയുകയാണ്, അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. എടുത്തു വായിച്ചോ, ഇതൊക്കെ അതുപോലെ പുസ്തകത്തിൽ കിടക്കുകയാണ്. അപ്പോൾ പഴയ നിയമത്തിലെ യഹോവ എന്ന് നാമമുള്ള ഒരേ ഒരുവൻ മാത്രമായ ദൈവത്തിന്റെ ദാസനാണ് യേശു എന്നാണ് യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ യഹൂദന്മാരോട് പ്രഘോഷിച്ചത്. ഇങ്ങനെ വളരെ ക്ലിയറായി തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ ആ യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തവനും യേശുക്രിസ്തുവിനെ അയച്ചവനുമായ ഒരേ ഒരുവൻ മാത്രമായ പിതാവാണ് സകലത്തിന്റെയും സൃഷ്ടാവായ ഒരേ ഒരു സത്യദൈവമെന്ന് വളരെ സ്ഫുടമായി പഠിപ്പിക്കുമ്പോൾ പാസ്റ്റർ ജേക്കബ് മത്തായി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഞാനതിനെ യേശു ദൈവമല്ല എന്ന് പറയാറില്ല, യേശു അല്ല ദൈവമെന്നാണ് ഞാൻ പറയാറ്. കാരണം ഒരേ ഒരുവൻ മാത്രമാണ് ദൈവമെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ആ ദൈവം യേശു ക്രിസ്തു അല്ല എന്നുള്ളതാണ് അതിനർത്ഥം.
യേശു ദൈവമല്ല എന്ന് ഞാൻ പറയാത്തതിന്റെ കാരണം അനേക ദൈവങ്ങളെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളുള്ളത് കൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ടുള്ളവരെ ദൈവങ്ങളെന്ന് വിളിച്ചിരിക്കുന്നുവെന്ന് ബൈബിൾ പറയുന്നത് കൊണ്ട് അത്യുന്നതന്റെ മക്കൾ ദൈവങ്ങളാണ് എന്ന് ബൈബിൾ പറയുന്നത് കൊണ്ട് ആ ഗണത്തിൽ പറയുന്ന ഒരു ദൈവമാണ് യേശു എന്ന് എനിക്ക് തർക്കമില്ല. ആ ഒരു വിഷയത്തിൽ വെറുതെ തർക്കിക്കാൻ പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് യേശു ദൈവമല്ല എന്നൊരു പ്രസ്താവന പറഞ്ഞ് വെറുതെ ഒരു തർക്കം വെറുതെ ഉണ്ടാക്കി വെറുതെ സമയം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരേ ഒരുവൻ മാത്രമാണ് ദൈവമെന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ സത്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് യേശു അല്ല ദൈവമെന്ന് ഞാൻ പറയും. യേശു അല്ല ദൈവം. യേശുവിനെ അയച്ചവനാണ് ദൈവം. യേശുവിനെ അഭിഷേകം ചെയ്തവനാണ് ദൈവം. അത് ഒരേ ഒരുവൻ മാത്രമായ സത്യദൈവത്തെ കുറിച്ചാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്. ആകയാൽ പ്രിയരെ, സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വളരുവാൻ വിശുദ്ധ വേദപുസ്തകത്തിലെ സുവ്യക്തമായ തെളിവുള്ള വചനങ്ങളുടെ ആധാരത്തിൽ നിങ്ങളുടെ വിശ്വാസങ്ങളെ പരിശോധിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ഉപദേശിമാര് വായി തോന്നിയത് പറഞ്ഞതെല്ലാം അതുപോലെ വിഴുങ്ങി വെറുതെ പോയി സ്വോത്രവും ആമേനും പറയാതെ അവർ പ്രസംഗിക്കുന്നതൊക്കെ അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ച് നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കണം. വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യാതെ സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് സത്യത്തെ ഉൾക്കൊള്ളുവാൻ തയ്യാറായി നിങ്ങൾ മുന്നോട്ട് വരണം. ഇത് തമാശയല്ല, ഇത് നിത്യജീവന്റെ വിഷയമാണ്. ഇത് നിത്യജീവനെ ബാധിക്കുന്ന വിഷയമാണ്. യേശു പറഞ്ഞത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ 5:24. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ആകയാൽ പ്രിയരെ, രക്ഷ വേണോ, നിത്യജീവൻ വേണോ? യേശുക്രിസ്തു പറഞ്ഞ വചനം കേട്ട് യേശുക്രിസ്തുവിനെ അയച്ചവനിൽ വിശ്വസിക്കണം. അവനാണ് ഒരേ ഒരു സത്യദൈവമെന്ന് യേശുക്രിസ്തു വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ആകയാൽ പ്രിയരെ, ഇത്രത്തോളം എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി. ഇനിയും കേൾക്കുവാനിരിക്കുന്ന ഇനിയും കാണുവാനിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിത്യജീവന്റെ പ്രത്യാശയിൽ ക്രിസ്തുവിന്റെ സത്യവചനത്തിൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുവാനും വളരുവാനും എന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ നിങ്ങളേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. സ്റ്റേ ബ്ലെസ്ഡ്. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്.